നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുന്നു. ദുബായിൽ എയർ ഇന്റർസെപ്ഷൻ സമയത്ത് വീണ ശകലങ്ങൾ വാഹനത്തിൽ വീണ ഒരാൾ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ സമീപ രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുകയും ആദ്യം ആക്രമണം നേരിടാതെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുകയില്ലെന്നും വ്യക്തമാക്കിയതിനു ശേഷവും ശനിയാഴ്ച ഖത്തറും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയിലെ ഒരു സൈനിക താവളത്തിലേക്ക് മിസൈൽ ഉപയോഗിച്ചതായും അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിനാൽ ലെബനിലെ ബെയ്റൂട്ട് നഗരത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലുള്ളവർ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്ക ഇതിനകം ജയിച്ച യുദ്ധങ്ങളിൽ പിന്നീട് പങ്കുചേരാനാണ് ബ്രിട്ടൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് ആരോപിച്ചു. ബ്രിട്ടന്റെ വിമാന വാഹക കപ്പലുകൾ അമേരിക്കയ്ക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതിനിടെ ബ്രിട്ടന്റെ വിമാനവാഹക കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസ് സജ്ജമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ B-1 ലാൻസർ ബോംബർ വിമാനങ്ങൾ ബ്രിട്ടനിലെ റാഫ് ഫെയർഫോർട്ട് സൈനിക താവളത്തിൽ ഇറങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് വരുന്ന മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്കയ്ക്ക് തന്റെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാമെന്ന് ബ്രിട്ടൻ അനുമതി നൽകിയിരുന്നു. കോമൺവെൽത്ത് ദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സന്ദേശത്തിൽ പരമ്പരാഗത സഖ്യങ്ങളുടെയും അന്താരാഷ്ട്ര സൗഹൃദങ്ങളുടെയും പ്രധാനം ഉൾക്കൊണ്ട് അവയെപ്പറ്റി ഊന്നി പറയാനൊരുങ്ങി ചാൾസ് രാജാവ്. ലോകമെമ്പാടും സംഘർഷങ്ങളും യുദ്ധഭീഷണികളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രാജാവിന്റെ ഈ സന്ദേശം. തിങ്കളാഴ്ച കോമൺവെൽത്ത് ഡേ ആചരിക്കുന്നതിനോടനുബന്ധിച്ച് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളും ശുശ്രൂഷകളും നടക്കും. ചടങ്ങിൽ നൃത്ത സംഗീത അവതരണങ്ങളും ഉണ്ടായിരിക്കും. മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനെ മേഖലകളിലെയും യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ 56 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സംഘടനയായ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് ലോകത്തെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണെന്നാണ് രാജാവ് തന്റെ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടാൻ ഒരുങ്ങുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ലണ്ടനിൽ വൻ പ്രതിഷേധ റാലി നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത്. ലണ്ടനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസിയിലേക്കാണ് പ്രതിഷേധ റാലി നടന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മിഡ് ബാങ്ക് പ്രദേശത്തും വെസ്റ്റ് മിനിസ്റ്ററിക്ക് സമീപവും തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ US എംബസിയിലേക്ക് നീങ്ങുകയായിരുന്നു. ക്യാമ്പയിൻ ഫോർ ന്യൂക്ലിയർ ഡിസാസർമെന്റ്, സ്റ്റോപ്പ് വാർ, ദി കൊയിലേഷൻ, പാലസ്റ്റീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ, മുസ്ലിം അസോസിയേഷൻ ഓഫ് ബ്രിട്ടൻ, പാലസ്റ്റീൻ ഫോറം ഇൻ ബ്രിട്ടൻ, ഫ്രണ്ട്സ് ഓഫ് അൽ അക്സ എന്നീ സംഘടനകളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാർ ഇറാൻ പാലസ്തീൻ പതാകകളും ഇറാന്റെ മുൻ പരമാധികാരിയുടെ ചിത്രങ്ങളും സ്റ്റോപ്പ് ട്രംപ്സ് വാർ, സ്റ്റോപ്പ് ദി വാർ ഓൺ ഇറാൻ തുടങ്ങിയ സന്ദേശങ്ങളുള്ള പ്ലക്കാർഡുകളും ഉയർത്തിക്കാട്ടി. അതേസമയം പ്രതിഷേധത്തിനിടെ ആർക്കും പരിക്കുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാനിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ തടയുന്നതിനായി പ്രത്യേക പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ 4 അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ബ്രിട്ടനിലെ സൈനിക താവളത്തിൽ ഇറങ്ങിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. B-1 ലാൻസർ എന്ന തരത്തിലുള്ള ഈ ബോംബർ വിമാനങ്ങൾ റാഫ് ഫെയർഫോർട്ട് വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത്. വെള്ളിയാഴ്ച വൈകുന്നേരവും ഒരു വിമാനവും ശനിയാഴ്ച രാവിലെ 3 വിമാനങ്ങളും എത്തിയതായാണ് വിവരം. ഏകദേശം 45 മീറ്റർ നീളമുള്ള ഈ ബോംബർ വിമാനങ്ങൾക്ക് 24 ക്രൂസ് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും. ഇറാനിലെ മിസൈൽ താവളങ്ങളെ ലക്ഷ്യമാക്കി പ്രതിരോധ നടപടികൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയതിന് പിന്നാലെയാണ് വിന്യാസം. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ താവളത്തിൽ നിന്ന് അമേരിക്കൻ സൈനിക ദൌത്യങ്ങൾ ആരംഭിക്കാൻ ഇടയുണ്ടെന്ന് സായുധ സേനയുടെ മേധാവിയായ റിച്ചാർഡ് കിങ്സ്റ്റണിയുടെ പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് സൈനിക താവളങ്ങളും അമേരിക്കയ്ക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഹെക്സെറ്റ് ഇറാനെതിരായ ആക്രമണങ്ങൾ വേഗത്തിൽ വർദ്ധിക്കാൻ ഇടയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ ഫൈറ്റർ ഡ്രോണുകളും പ്രതിരോധ സംവിധാനങ്ങളും ബോംബർ വിമാനങ്ങളും വിന്യസിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളെ ചൊല്ലി രാജ്യത്ത് രാഷ്ട്രീയ വാദപ്രതിവാദം ശക്തമാകുന്നു. കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോവ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇറാനെതിരായ ആക്രമണങ്ങളിൽ പങ്കെടുക്കാൻ
ഭയപ്പെടുന്നുവെന്ന് വിമർശിച്ചതിനെതിരെ പ്രതിരോധ മന്ത്രിയായ അൽ ഹാരസ് ചീഫ് രാഷ്ട്രീയ പോയിന്റുകൾ നേടാനുള്ള ശ്രമമാണ് ബാഡ് ടോക്ക് നടത്തുന്നതെന്ന് ആരോപിച്ചു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര സാഹചര്യത്തിൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ സമീപനമാണ് വേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചു. രാഷ്ട്രീയ തർക്കത്തിനുള്ള വിഷയമാക്കുന്നത് ഉത്തരവാദിത്തമില്ലാത്ത നടപടിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ബ്രിട്ടീഷ് സൈന്യം മികച്ച രീതിയിൽ ജോലി ചെയ്യുകയാണെന്നും അവരുടെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരാഴ്ച മുമ്പ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വ്യോമാക്രമണം ആരംഭിച്ചപ്പോൾ ആദ്യം ബ്രിട്ടൻ സൈനികമായി പങ്കെടുത്തിരുന്നില്ല. UK മലയാളി അസോസിയേഷനുകളുടെ ദേശീയ കൂട്ടായ്മയായ യുക്മ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ LDF, UDF, NDA എന്നീ പ്രധാന രാഷ്ട്രീയ മുന്നണികൾക്ക് പ്രവാസി ആസ്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന നിർദ്ദേശം സമർപ്പിച്ചു. യുകെയിലെ 155 മലയാളി അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ യുക്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന NIA-കളും OCA സ്റ്റാറ്റസ് ഉള്ളവരുമായ പ്രവാസികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സംരക്ഷിക്കുന്നതിനായി പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. യുക്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA, UDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ ബെന്നി ബെഹനാൻ MP, NDA മുന്നണിയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവർക്കാണ് യുക്മ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശങ്ങൾ കൈമാറിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ജയകുമാർ നായരാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതിനും മുന്നണി നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തുന്നതിനുമായി വിവിധ മുന്നണികൾക്കായി അതത് രാഷ്ട്രീയ മുന്നണി നേതാക്കളുമായി ബന്ധമുള്ള യുക്മ നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ബിജു പെരിങ്ങത്തറ, CA ജോസഫ്, സിജു ജോസഫ്, വർഗീസ് ഡാനിയൽ, സണ്ണിമോൻ മത്തായി, ജിപ്സൺ തോമസ്, മനോജ് കുമാർ പിള്ള, എബ്രഹാം പൊന്നുംപുരിയിടം, ജോൺ വടക്കേമുറി എന്നിവർക്കാണ് ഈ നിർദ്ദേശങ്ങളുടെ തുടർ നടപടികൾക്കായി ചുമതല നൽകിയിട്ടുള്ളത്. T20 ലോകകപ്പ് കലാശക്കൊട്ട് ഇന്ന് നടക്കും. കിരീട പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏകദേശം 1 ലക്ഷത്തിലധികം വരുന്ന ആരാധകർ സാക്ഷിയാകുന്ന കലാശ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ തങ്ങളുടെ 3ാം കിരീടവും തുടർച്ചയായ 2ാം കിരീടവുമാണ് ലക്ഷ്യമിടുന്നത്. 2007-ലും 2024-ലും T20 ക്രിക്കറ്റിൽ ഇന്ത്യയായിരുന്നു ലോക ചാമ്പ്യന്മാരായത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.